ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മയൊക്കെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം ലിങ്കൺ. 1865 ഏപ്രിൽ 15 അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹം ആരായിരുന്നു? ഒരു കറുത്ത വർഗക്കാരൻ, തോമസ് നാൻസി ദമ്പതികളുടെ മകൻ, അക്ഷരാഭ്യാസമില്ലാത്ത സാഹചര്യം, അതും വളരെ താണ നിലവാരം. എന്നാൽ അബ്രഹാം ലിങ്കണിന് ഒരാഗ്രഹമുണ്ട്: പഠിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമല്ല. ആകെ ഒരു വർഷത്തിനുള്ളിൽ കെൻറ്റുക്കിയിൽ 5 സ്കൂളുകളിലായി മാറി മാറി എബ്രഹാം ലിങ്കൺ പഠിച്ചു. അതും വായിക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ. അതോടുകൂടി ഏതാണ്ട് വലിയ നേട്ടം നേടിയ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്. തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം വായിച്ചു. അങ്ങനെ വായിച്ച് 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 വളർന്നു. അദ്ദേഹം സ്വയം വിദ്യ അഭ്യസിച്ചു, അഥവാ സെൽഫ് എഡ്യൂക്കേറ്റഡ് മാൻ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഉയരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരത്ഭുതമായി ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്തേ. എത്ര പഠന സാഹചര്യങ്ങളാണ്, പക്ഷേ അവർ പഠിക്കുന്നുണ്ടോ? കാരണം അവരിൽ ആ സ്വയം അധ്വാനശീലം വളരുന്നില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കുക. സ്വയം പഠിക്കട്ടെ. എല്ലാം സ്പൂൺ ഫീഡിങ് ആകാതിരിക്കുക. ജോബിൻ്റെ പുസ്തകം 34 അധ്യായം 11 തിരുവചനം: പ്രവൃത്തിക്ക് ഒത്ത് അവിടുന്ന് പ്രതിഫലം നൽകുന്നു, അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. നമുക്ക് അധ്വാനശീലരാകാൻ ഈ സന്ദേശം സഹായിക്കട്ടെ. നാമും അധ്വാനിക്കണം. ആ മാതൃക കണ്ട് മക്കളും അധ്വാനിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സ്പർശിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ആമേൻ.